ഹലോ, ഏവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പിന്നെ ഈ ചാനലിൽ വീഡിയോ ഇടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ സത്യത്തിൽ ചെയ്യണോ വേണ്ട എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെൻഡിനെ കുറിച്ച് പറയാനായിട്ടാണ്. ഓക്കെ, പൈസ സമ്പാദിക്കാനുള്ള ഒരു ട്രെൻഡ് വേറൊന്നുമല്ല. ഇപ്പം നിങ്ങളിപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു സിനിമാ താരത്തിന്റെ മകള് ഇത് കണക്ക് ലൈവ് വീഡിയോ ഇട്ടുകൊണ്ട് വളരെ പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന ഒരു വാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം അത് തന്നെയാണ് സത്യത്തിൽ ഇപ്പോഴത്തെ കേരളത്തിലെ ട്രെൻഡ് എന്ന് പറയുന്നത്. കാരണം വീഡിയോയുടെ മുമ്പിൽ വന്നു നിന്നിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നു നിന്നിട്ട് അവരുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുതിയ വിദ്യയാണത്. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ആരെയും വിമർശിക്കാനോ അല്ല നമ്മൾ കുറ്റപ്പെടുത്താനോ ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ ഇതുമൂലം സംഭവിക്കുന്ന രണ്ടു മൂന്ന് പ്രവണതകളുണ്ട്. ഒന്ന്, നമ്മുടെ യങ് ജനറേഷൻ, നമ്മുടെ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടു തന്നെയാണ് വളരുന്നത് എന്നുള്ള കാര്യം. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്രയ്ക്കും കുട്ടികളുടെ മനസ്സിലൊക്കെ ആഴ്ന്നിറങ്ങി ചെല്ലുന്ന ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടികൾക്കൊക്കെ മനസ്സിലൊരു തോന്നൽ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കും പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ, സാമൂഹികമായിട്ടുള്ള പല പല പ്രശ്നങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി മെനക്കെട്ട് തന്നെ ഇരിക്കുന്ന കുറേയേറെ സ്ത്രീകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എനിക്ക് തന്നെ അറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോസ് ഒക്കെ എടുത്ത് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ലൈവ് വീഡിയോസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് ആണെന്ന് കാണുന്നത്. മിക്കവാറും വീഡിയോകളിലൊക്കെ അവർ പകൽ സമയങ്ങളിൽ നേരായ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നിർത്തിട്ട് ലൈവ് ചെയ്യും. രാത്രിയിൽ ഒരു പ്രത്യേക ലൈവാണ്. ഓക്കെ, 10 മണിക്കൂർ ലൈവ്, 12 മണിക്കൂർ ലൈവ്. അപ്പോൾ 10 മിനിറ്റ് ലൈവ് അല്പം എക്സ്പ്ലോസീവ് ആയിട്ടൊക്കെ ഒന്നിരുന്നിട്ട് ആൾക്കാരെയൊക്കെ ഒന്ന് വശീകരിച്ചുകൊണ്ടുള്ള ലൈവ് ചെയ്യും. നിങ്ങൾ മെമ്പർഷിപ്പിലോട്ട് വരിക, നിങ്ങൾക്ക് രാത്രിയാകുമ്പോൾ നിങ്ങൾക്ക് അർമാദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആൾക്കാരെ പ്രലോഭിപ്പിക്കും. അതിനുശേഷം ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 1 മണിക്കോ 2 മണിക്കൊക്കെയാണ് ലൈവ് എന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് ഇവർ എന്തൊക്കെ കാണിക്കുന്നു നമുക്കറിയില്ല. അപ്പം ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഫീസ് ഇവർ ഈടാക്കും. 299 രൂപ, 399 രൂപ, 500 രൂപ എന്നൊക്കെയുള്ള ഒരു മന്ത്ലി ഫീസ് ഈടാക്കും. അപ്പോൾ സത്യത്തിൽ ഇത് കാണാൻ പോകുന്നവരുടെ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യത്തിൽ ഇത്രയും മാനസികമായിട്ട് തകർന്ന ഒരു ജനവിഭാഗം ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയോ മാർഗങ്ങൾ, ഇഷ്ടം പോലെ കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോ കാണിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഒരു നഗ്നത കാണാനായിട്ട് പോയിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ ഇത് കൂടുതലും കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണതയാണ്. അവർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാർഗത്തിൽ കൂടെ പോയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു മെന്റാലിറ്റി അവരുടെ മനസ്സിൽ ഉദിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാറ്റിക്കളയേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ പല ആൾക്കാരും വന്ന് ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുന്ന കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വൃത്തികെട്ട ഒരു മോശപ്പെട്ട അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഒരു നേരത്തെ വയറ് നിറയ്ക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ പുതിയ ഒരു മോഡേൺ ട്രെൻഡിലോട്ടാണ് വന്നിരിക്കുന്നത്. ക്യാഷ് കൊടുത്ത് ഇവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുക, അത് കണ്ട് കുറെ ആൾക്കാർ നിർവൃതി അടയുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആവശ്യം പോലെ പൈസ സമ്പാദിച്ച് കൂട്ടുന്നു. സത്യത്തിൽ ഇത് കണ്ടിട്ട് ഇങ്ങനൊരു വീഡിയോ ഇടണോ എന്ന് പോലും ഞാൻ സത്യത്തിൽ ചിന്തിച്ചതാണ് ആദ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ
കണ്ടിട്ട് തന്നെ നമുക്ക് തന്നെ വിഷമവും തോന്നുന്നു, അതാണ് ദേഷ്യവും തോന്നുന്നു. കാരണം എന്തൊക്കെയാണ് ഇവർ വന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇവരുടെയൊക്കെ ഓരോ ആംഗ്യങ്ങളും അവരുടെയൊക്കെ ഓരോ ചേഷ്ടകളും ഇവരുടെ ഒരു സംസാര രീതിയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇവരെയൊക്കെ കല്ലുറങ്ങിയറിയാൻ തോന്നുന്നു. അമ്മാതിരിയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇവർ ആൾക്കാരെ ആകർഷിക്കുന്നത്. ഇവരുടെയൊക്കെ കമന്റ് ബോക്സിലൊക്കെ വരുന്ന കമന്റ്സുകൾ എന്തായാലും സത്യത്തിൽ ആരായാലും ഞെട്ടിക്കും. ലക്ഷക്കണക്കിന് കമന്റ്സുകളൊക്കെയാണ് വരുന്നത്. എന്തൊരു ലോകമാണെന്ന് നോക്കി. സത്യത്തിൽ ഇതിനെയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാർ തന്നെ ഇവരെ ഇങ്ങനെ വളർത്തി 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 വലുതാക്കുവാണ്. നമ്മുടെ കയ്യിലെ പൈസ പോകുന്നു, അവർ രക്ഷപ്പെടുന്നു. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതൊക്കെ പോയിരുന്ന് കാണുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പം ഞാൻ ഇതിനകത്ത് ആരുടെ ക്ലിപ്പിങ്സുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരെയും അവമാനിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോയുടെ പല ഭാഗങ്ങളായിട്ട് പലരുടെയും ക്ലിപ്പിങ്സുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പറയാമായിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവർ രാത്രിയിലൊക്കെ 1 മണിക്കും 12 മണിക്കൊക്കെ ഫോണൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൺകുട്ടികളെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെയൊക്കെ ലൈവ് ആയിരിക്കും ഇരുന്ന് കാണുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ അടുത്തതൊക്കെ